ഞാൻ ചിരിക്കാൻ ആഗ്രഹിച്ചാലും ചില സമയത്ത് ചിരി വരത്തില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെല്ലാം യാതൊരു പ്രോബ്ലവും ഇല്ലാതെ സുഗമമായ ഒരു ക്രിസ്തീയ യാത്രയാണ്. താൻ ഒറ്റയ്ക്ക് രഹസ്യ വിശ്വാസം നിൽക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പാസ്റ്ററാണെന്നറിഞ്ഞ് ഈ സഹോദരിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഓഫീസിലോട്ടൊന്ന് വരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ അവിടെ ചെന്നു, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വേറെ 2-3 നേഴ്സുമാരും കൂടെ ആ റൂമിനകത്തുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടാം, സ്വർഗത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അനേകരും പറയുന്നുണ്ട്, ഓ നിങ്ങളൊക്കെ പൊക്കോ, കുഴപ്പമില്ല, ക്രൂശിലെ കള്ളനെ പോലെ ഞാനും അങ്ങ് രക്ഷിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആരാധന കർത്താവിന് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. രാവിലെ നമ്മളിവിടെ കടന്നു വരുന്നതിന് മുമ്പേ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആദ്യമായിട്ട് ഞാൻ രാവിലെ ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വന്നവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ കറക്റ്റ് 9:30 ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. ആര് വന്നാലും വന്നില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഞാനത് പറയാൻ കാരണം നമ്മളെല്ലാ കാര്യങ്ങൾക്കകത്തും സമയം പാലിക്കുന്നവരാ അല്ലേ? പക്ഷെ പലപ്പോഴും ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സിനകത്തോട്ടോ അനേകരും കടന്നു പോകാറില്ല. നമ്മളൊരു വില കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ഹിതം നിറവേറുവാൻ ഇടയാകത്തുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷവും 4 മാസവും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജബ്ബേസ് ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷിച്ചു. അതിൻ്റെ പുറകിലുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ വളരെ വലുതാണ്. കാരണം സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം ആലോചനകളെ തരുന്നത് അല്ലേ? എത്ര പേർ സ്തോത്രം പറയുന്നു? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുമ്പോൾ തല പറയുന്നത് കേൾക്കുവാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാവണം. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ സീരിയസ് ആകാൻ പോവാം. നമ്മൾ സഭയുടെ കാര്യങ്ങൾക്കകത്ത് നമ്മളിനി വരുന്ന ദിവസങ്ങൾക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ അല്ല, ഒന്നുകൂടെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ കൂടെ ഒഴുകപ്പെടണം. എത്ര പേർ അതിന് തയ്യാറാണ്? നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ ജീവൻ വ്യാപരിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തോടുള്ള നടപ്പിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം മാറി. ഇത് നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യപുത്രൻ്റെ കാലഘട്ടവും ആകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ഏഷ്ണിക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അജിതേന്ദ്രരും ഒക്കെ ആയി മാറുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയപ്പെടണം, നമ്മുടെ പ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും. ഇതാണ് പ്രത്യാശ. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരുവൻ വീണ്ടും മടങ്ങി വരുമെന്നുള്ളതാണ്. അവൻ രാജാതി രാജാവായി, അവൻ കർത്താതി കർത്താവായി, അവൻ മഹത്വത്തിൻ്റെ ദൈവമായി ഹല്ലേലൂയ മധ്യവാനിൽ എഴുന്നള്ളി വരുമ്പോൾ എത്ര പേർ റെഡി ആയിരിക്കുന്നു അവൻ്റെ കൂടെ പോകുവാൻ? വിശ്വസിക്കുന്ന ജനം മാത്രം ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വേഗം ദൈവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ശൗല്, നമ്മളിപ്പം രാവിലെ ദാവീദിനെ കുറിച്ചൊക്കെ കേട്ടു. ദാവീദിന് മുമ്പുള്ള രാജാവായിരുന്നു ശൗൽ അല്ലേ? ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഓടി നടന്നത് കർത്താവിൻ്റെ ദാസൻ രാവിലെ പ്രസംഗിച്ച് കേട്ടു. എന്നാൽ ശൗലിൻ്റെ 2 വർഷത്തെ നല്ല ഭരണത്തിന് ശേഷം, അവൻ്റെ 30 വയസ്സ് കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നീടുള്ള 38 വർഷക്കാലം അവൻ യഥാർത്ഥമായും ദൈവത്തിൻ്റെ നടത്തിപ്പിലല്ല രാജ്യത്തെ ഭരിച്ചത്. എന്നാൽ ഈ കാലമൊക്കെയും പലപ്പോഴും അവരുടെ ശത്രുക്കൾ ഇസ്രായേലിന് കീഴടങ്ങിയിരുന്നു. കാരണം ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? ആർക്കും ഇത് മനസ്സിലാകത്തില്ല. 1 ശമൂവേൽ 14-ാം അധ്യായത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഫെലിസ്ത്യർ ഇവരോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വന്ന് നിൽക്കുന്ന സമയത്ത് ശൗലും 600 പടയാളികളും മാറിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് ശൗലിൻ്റെ കയ്യിലും യോനാഥാൻ്റെ കയ്യിലും മാത്രമേ ആയുധമുള്ളൂ. ബാക്കിയുള്ള ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിലില്ല. കാരണം അന്നൊരു കൊല്ലനെ അവിടേക്ക് കിട്ടാനില്ലായിരുന്നു. അതുപോലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിന്ന ഹല്ലേലൂയ ശത്രുവിനെ ഹല്ലേലൂയ തകർക്കുവാൻ തക്ക തലത്തിലുള്ള ആയുധങ്ങളില്ലാതെ ഇരിക്കുമ്പോഴും ആയുധവാഹകനെ വിളിച്ചിട്ട് ഹല്ലേലൂയ യോനാഥാൻ പറയുകയാ, ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടെ ചെയ്യും. ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം.
പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഞാൻ പറഞ്ഞു, ഒരുവൻ ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പോഴും തൻ്റെ തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഒരു കൂട്ടം ജനത്തിന് ദൈവിക വിടുതലുകൾ ഉണ്ടായി. ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളിൽ നമ്മൾ കൂടെ നടക്കുവാൻ ഇടയായിത്തീരും. ദർശനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. ശമൂവേൽ ശക്തനായ പ്രവാചകനായിരുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് തൻ്റെ മക്കളൊക്കെയും ഹല്ലേലൂയ ലോകത്തിൻ്റെ ഹല്ലേലൂയ പാപത്തിനകത്ത് വീണുപോയി. നമുക്കറിയാം, ചരിത്രം എവിടെ പഠിച്ചാലും സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യർക്കെതിരാണ്. ഞാൻ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെടുക്കാം, അപ്പോസ്തല പ്രവൃത്തി എടുക്കാം, 21-ാം അധ്യായം, അതിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യങ്ങൾ വായിച്ചു. ഇത് കേട്ടപ്പോൾ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. മതി. നമ്മൾ വായിച്ച വേദഭാഗത്തിനകത്ത് അഗബോസ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ വന്നിട്ട് പൗലോസിൻ്റെ ഉത്തരീയമെടുത്ത് എന്തു ചെയ്തു? ആരെങ്കിലും ശ്രദ്ധിച്ചോ വാക്യം? കൈകാലുകൾ കെട്ടി, അരക്ക് കെട്ടുമല്ല, കൈകാലുകൾ കെട്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു? യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. ഞാൻ ഈ പറയുന്ന വേദഭാഗങ്ങൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലോട്ട് പതിപ്പിക്കണം. അപ്പോൾ ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിളി വീഴ്ത്തപ്പെട്ട ഒരുവൻ ദൈവിക ശുശ്രൂഷകൾക്കകത്ത് ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വിളി വീഴ്ത്തപ്പെട്ട ഒരുവൻ വിശ്വാസ ജീവിതത്തിലേക്ക് ചുവടുകൾ വെക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെല്ലാം യാതൊരു പ്രോബ്ലവുമില്ലാതെ സുഗമമായ ഒരു ക്രിസ്തീയ യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം വിടുതലുകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ശത്രുവിൻ്റെ പോരുകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഒരുവനെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി യഹൂദന്മാർ ജാതികളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നൊരു ദൂത് വെളിപ്പെട്ട് വന്നപ്പോൾ സഭയിലെ ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞു, നീ പോകരുത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ക്രൂശിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അത് നിനക്ക് സംഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലോക തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ജഡത്തിൻ്റെ ചിന്തകൾക്കപ്പുറത്താണ് ഒരു ആത്മീകൻ്റെ ചിന്ത കടന്നു വരുന്നത്. അവൻ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതത്തിനകത്തെ വിടുതലിനപ്പുറത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ വിടുതലാണ്. ഓ സ്തോത്രം. വിനുബ്രദർ ഇടയ്ക്ക് ചോദിക്കുന്നത് പോലെ എല്ലാവരും ഉറങ്ങിയോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആകാൻ വേണ്ടി എൻ്റെ കുറേ സാക്ഷ്യങ്ങളും കൂടെ ചേർത്ത് പറയാം, എന്നാലേ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഉണരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ രാത്രിയിൽ 2-3 ദിവസം ഉറങ്ങാതൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. ലെനി ആണേലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ജോലിയിലായിരുന്നു. കാരണം എക്സ്ട്രാ ഒരു ജോലിയിൽ വിളിച്ച് കമ്പനിയിൽ എന്തൊക്കെയോ എക്സ്ട്രാ വർക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് 12 hours വെച്ചിട്ട് ഒരു വീക്ക് ഫുള്ള് ജോലി ചെയ്യുമായിരുന്നു. അപ്പം ലെനി വീട്ടിലേക്ക് വന്ന സമയത്ത് അന്ന് എസ്രയ്ക്ക് ഒരു ഗ്യാസ് ട്രബിൾ പോലെ വന്നിട്ട് പെട്ടെന്ന് അവന് വയറ്റിനകത്ത് പെയിൻ തുടങ്ങി. അന്നേരം ഏകദേശം ഒരു രാത്രി ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് പെയിൻ എടുത്തു. ബാത്റൂമിൽ പോയിട്ട് പോകുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, വേദനകൾ, അതുപോലെ തന്നെ തലയ്ക്കകത്തുള്ള വേദന, ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് ആ കുഞ്ഞ് മാറുകയാണ്. ലെനി ആണെങ്കിൽ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ലെനിക്ക് ഉറങ്ങണം, കാരണം അടുത്ത ദിവസം രാവിലെ വീണ്ടും 3:30 എഴുന്നേറ്റ് പോകേണ്ടതാണ്. അപ്പോൾ അത് കാരണം കുഞ്ഞ് കിടന്ന് ബഹളം വെക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താൻ ജോലി ആയിരുന്നുകൊണ്ട് അത്രമാത്രം തൻ്റെ ശരീരം ക്ഷീണമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബെഡ്റൂമിൽ കിടക്കണ്ട, നമുക്ക് ഹോളിൽ പോയി അവിടെ സോഫയിൽ കിടക്കാം, കാരണം അമ്മ ഉറങ്ങിക്കോട്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നേരെ ബാത്റൂമിൽ പോയിട്ട് അവൻ ആ വാഷ് ബേസിനിലോട്ട് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ നേരം അവന് അത് ചെയ്തു. അതിനുശേഷം വീണ്ടും റെസ്റ്റ് റൂമിൽ പോയി ആകെപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് മാറി. ഞാൻ പറയാൻ വന്നതല്ല,
രാവിലെ എഴുന്നേറ്റപ്പം അവൻ എൻ്റെ ഒക്കെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഒത്തിരി താങ്ക്സ്, കാരണം ഞാൻ കണ്ടു അപ്പ എൻ്റെ വൊമിറ്റ് ചെയ്തതെല്ലാം എടുത്ത് കളയുന്നത്. ബാത്റൂമിൽ പോയപ്പോഴും അവൻ താഴെ വൊമിറ്റ് ചെയ്തു, അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞ് എൻ്റെ ഒക്കെ വന്നിട്ട് പറഞ്ഞു താങ്ക് യു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ഹൃദയത്തിനകത്ത് ആ കുഞ്ഞിന് ഒരു ദോഷവും വരരുതെന്നുള്ളൊരാഗ്രഹമാണ് അല്ലേ. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിലും അപ്പനെ സ്നേഹത്തോടെ ആശ്രയിക്കുന്ന ഒരു മകൻ എന്നുള്ളൊരു ചിന്ത അന്നേരം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് കേരളത്തിൽ നിന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആ യാത്രയുടെ മധ്യത്തിൽ വഴിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു അന്നത്തെ കാലത്തെ ശക്തമായിട്ട് ദേവി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്, ഇന്ന് കാനഡയിലുണ്ട്. അദ്ദേഹം ഇന്നും അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതെയോ, ഞാൻ കാനഡ ഉണ്ടെന്ന് പറയാൻ കാരണം ഉപയോഗിക്കുന്നില്ലെന്നല്ല, ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാനും അക്കുമോളുടെ, എൻ്റെ മൂത്ത മോളുടെ മമ്മിയും ഞങ്ങളെല്ലാം കൂടെ കടന്നു ചെന്നപ്പം ഇദ്ദേഹം ഞങ്ങളോടൊരു ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞ എന്നോടല്ല, പുള്ളിക്കാരിയോടാ പറഞ്ഞത്. ഇങ്ങനെയാ, നിൻ്റെ രൂപം മാറ്റും, നിൻ്റെ നിറം മാറ്റും, നിൻ്റെ ശബ്ദം മാറ്റും, എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഇത് മാത്രമാ ദൂത്. ഇത് കേട്ടിട്ട് വല്ലതും മനസ്സിലാവുമോ? ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അടുത്തത് ഞങ്ങൾ മൂവാറ്റുപുഴ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടെയുണ്ട്. അദ്ദേഹം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് ആ വഴിയിൽ. അവിടെ വന്നപ്പം ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനൊരു ദൂത് പറഞ്ഞു, യോബ് കയറിപ്പോയതുപോലെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ കൂടെ നിങ്ങളെ ഞാൻ കയറ്റിയിറക്കും. ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നടുവിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രം മതി പലതിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ. ഈ രണ്ട് ദൂതുകളും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ വളരെ ഭാരത്തോടെ ബാംഗ്ലൂരിലോട്ട് യാത്ര ചെയ്യുമ്പോഴും എന്താണ് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ഒരു ആലോചന വന്ന് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഹല്ലേലൂയ, ഈ ആലോചനയുടെ നടുവിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. അതേപോലെയാണ് പൗലോസിനോട് പറയുന്നത്. അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ വന്ന് പറയുക, ഇങ്ങനെയുള്ള ദൂതുകളാണ് നമ്മളെ പലപ്പോഴും വചനവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അഗബോസ് എന്ന പ്രവാചകൻ പറയുകയാ, ഈ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നത് പോലെ നിന്നെ ബന്ധിക്കാൻ പോവുകയാണ്. പക്ഷെ സാഹചര്യങ്ങൾ എല്ലാം ഹല്ലേലൂയ നല്ലതായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു ദൂത് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവിക മുന്നറിയിപ്പാണ്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? ദൈവം ഒരു കാര്യത്തിന് മുന്നറിയിപ്പ് തരുമ്പോൾ അതിനപ്പുറത്ത് ദൈവം അതിൻ്റെ കൂടെ പോക്ക് വഴിയും ഉണ്ടാക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ അതിനപ്പുറത്ത് പറയുന്നു, പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കുന്ന കർത്താവാ. ഇന്ന് പകൽക്കാലം സഭയുടെ ദൗത്യം കർത്താവിൻ്റെ സാന്നിധ്യത്തെ വഹിക്കുക എന്നുള്ളതാ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ദൗത്യം ഈ ജനത്തിന് മുമ്പിൽ പെട്ടകവുമായി നടക്കുക എന്നുള്ളതാ. എന്നാൽ ഇതിൻ്റെ മുമ്പിലെല്ലാം വെളിപ്പെടുന്ന യോർദാനും യെരീഹോവും എല്ലാം ഈ പെട്ടകത്തിന്റെ മുമ്പിൽ കീഴടങ്ങുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ആ ശക്തിയാണ് ഇന്ന് പകൽക്കാലം കോട്ടകളെ തകർക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിനോട് പറഞ്ഞു, നിന്നെ ബന്ധിക്കാൻ പോവുകയാണ്, അനേക കഷ്ടങ്ങൾ നിനക്കുണ്ടാകാൻ പോവുകയാ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വചനത്തിൽ കൂടെ ഇടപെടും, ചിലപ്പോൾ നമ്മോട് സ്വപ്നത്തിൽ കൂടെ ഇടപെടും, ചിലപ്പോൾ പ്രവാചകന്മാരിൽ കൂടെ ഇടപെടും. എങ്ങനെയാണെങ്കിലും ദൈവത്തിന് നമ്മോടൊരു മുന്നറിയിപ്പ് തരുവാനുണ്ട്. ദൈവം നോഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാ. ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നോഹയിൽ കൂടെ ആ ജനത്തിന് മുഴുവൻ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴും ഇത് അനുസരിക്കാത്തൊരു കൂട്ടം ജനമുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. കർത്താവ് വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടാം, സ്വർഗത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അനേകരും പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പൊക്കോ, കുഴപ്പമില്ല, ക്രൂശിലെ കള്ളനെ പോലെ ഞാനും അങ്ങ് രക്ഷിക്കപ്പെടുമെന്ന്. നോ, പ്രൈസ് ദി ലോർഡ്. കാരണം വചനം പറയുന്നു, നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രന്റെ വരവുണ്ടാകും. അവൻ വരുന്നത് ഒരു കള്ളനെ പോലെ ആയിരിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഇന്ന് പകൽക്കാലം എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ സ്നേഹം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു ചെന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ കടന്നു പോവുകയും ക്യാൻസർ തനിക്ക് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ
ആ റോഡിൽ വലിയൊരു മതിലുണ്ട്, കിഡ്വേ ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറയും. ആ ഹോസ്പിറ്റലിൻ്റെ ആ മതിലിൻ്റെ പുറത്ത് ആരുമില്ല എന്ന് വിചാരിച്ച് ഞാൻ തറയിൽ കുത്തിയിരിക്കുകയാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ കൂടെ ആൾക്കാരൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ കണ്ണ് കാണുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കണ്ണിനകത്തുനിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിൽ നേരിടേണ്ട ഒരു വലിയ യോദ്ധാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാ. രോഗമെന്ന ശക്തമായ ക്യാൻസർ എന്ന ഒരവസ്ഥയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതാണോ നീ എന്നോട് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പക്ഷേ പറയുകയാ, ഹല്ലേലൂയ, ഞാൻ കഷ്ടമനുഭവിക്കുവാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ പ്രാണനെ വെച്ച് കൊടുക്കുവാൻ വരെ ഞാൻ തയ്യാറാ. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയുന്നുണ്ട്, ദൈവിക ദർശനങ്ങൾക്കകത്ത് നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഒരു വ്യക്തി വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് നന്മകൾക്ക് വേണ്ടി അല്ല അവൻ വരേണ്ടത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം നമുക്ക് എടുക്കാം, 5-ാം അധ്യായം എടുക്കാം, അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി, നീ എന്നെ ശ്രദ്ധിക്കണേ. ഇതാരെ കുറിച്ചാ പറയുന്നത്? യേശുവിനെ കുറിച്ച് പറയുക അല്ലേ? ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. വാസ്തവമായും ഈ വചനത്തിൻ്റെ ആഴം എന്താണെന്നറിയാമോ? അവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ പിതാവ് കണ്ണടച്ച് കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? യേശു പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ല. അവൻ ഒരുപാട് ബിസിയുള്ളവനാ. അനേക ആൾക്കാർ അവൻ്റെ മുമ്പിൽ കടന്നു വരുന്നതാ. പക്ഷെ ഇതിൻ്റെ നടുവിലെല്ലാം പിതാവുമായിട്ട് കൂട്ടിമുട്ടുവാൻ, അവനോട് സംസാരിക്കുവാൻ അവൻ സമയം വേർതിരിച്ചു. പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങൾ ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കണം. പ്രൈസ് ലോർഡ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ടിരിക്കരുത്. വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് കളയരുത്. പ്രൈസ് ലോർഡ്. ശ്രദ്ധിക്കണമേ. അപ്പോൾ നമ്മൾ കാണുന്നു, യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് വചനത്തിനകത്ത് പല സ്ഥലങ്ങളിലും കാണാം. യേശു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്നെന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തു പറ്റി? മറുപടി കിട്ടി. മരിച്ചു കിടന്നവൻ, 4 ദിവസം നാറ്റം വെച്ചവൻ, മറ്റുള്ളവർ എല്ലാവരും ഹല്ലേലൂയ നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോഴും, സ്വന്തം സഹോദരി നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോഴും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് മറുപടി കൊടുത്തു. നമുക്കറിയാം, എമ്മോസിൽ കടന്നുപോയ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ എന്തു പറ്റി? ഇച്ചിരൂടെ ശ്രദ്ധ വേണം. അതെ, ഞാൻ പണ്ട് ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ ഒത്തിരി അങ്ങ് സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം എനിക്കറിയത്തില്ല. കാരണം പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഞാൻ എന്നെ കാണുന്നവർ പലപ്പോഴും ചിരിച്ച മുഖത്തോട് കാണാറില്ല. കാരണം ജീവിതത്തിൽ കടന്നുപോയ കഷ്ടതകൾ എന്നെ അങ്ങനെയാണ് മോൾഡ് ചെയ്തത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥ എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പറയും, നിൻ്റെ അപ്പൻ എന്താ ഇത്രയും വലിയ സീരിയസ് ആയിട്ടിരിക്കുന്നത്? അപ്പം എന്നോട് വന്നിട്ട് പറയും, അപ്പൻ സ്കൂളിലൊക്കെ വരുമ്പോൾ ഇച്ചിരിയൊക്കെ ചിരിച്ചോണ്ടൊക്കെ നിൽക്കണം. ഞാൻ ചിരിക്കാൻ ആഗ്രഹിച്ചാലും ചില സമയത്ത് ചിരി വരത്തില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതെൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ദയവായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. കാരണം ഞാൻ മനഃപൂർവ്വമല്ല, ഹല്ലേലൂയ, അത് എങ്ങനെയോ എൻ്റെ ക്യാരക്ടറിനകത്തായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സഭയിൽ ഒരു കുഞ്ഞിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തത്തില്ല. ഇപ്പം ഞാൻ ശുശ്രൂഷ ഉണ്ടെന്നപ്പോൾ ഒരു ദിവസം ഈ പ്രായമായ കൊയറിലെ പിള്ളേർ അവിടുന്ന് പുറകോട്ടൊക്കെ ഇറങ്ങിപ്പോകും. കൊയറിലെ പരിപാടി കഴിഞ്ഞാൽ നേരെ പോയി ഫോണിൽ തോണ്ടും അവരുടെ പരിപാടി. ഞാനന്ന് പബ്ലിക്കായിട്ട് അവരെ വഴക്ക് പറഞ്ഞപ്പോൾ വേറൊരു പയ്യൻ അവിടെ ഒരു കുഞ്ഞുമായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. ആ കൊച്ചു കുഞ്ഞ് അവിടെ എല്ലാം ഓടി നടക്കുക. അപ്പോൾ അദ്ദേഹം ഓർത്തു, ആ കൊച്ചു കുഞ്ഞിനോടായിരിക്കും ഞാനിത് പറയുന്നത്. ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അവരെ ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടു, ഇവിടെ സ്റ്റേജിൽ വന്ന് അടുത്ത ദിവസത്തേക്ക് ശുശ്രൂഷകരായി തീരട്ടവരല്ല.
അതല്ല പറയുന്നത്. പക്ഷേ പക്വതയുള്ള പ്രായപൂർത്തിയുള്ള കുഞ്ഞുങ്ങൾ ദൈവസാന്നിധ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. പ്രൈസ് ദി ലോർഡ്. അത് വളരെ സ്ട്രിക്റ്റാണ്. ഇതിവിടെ നിന്നൊരു ദൈവാസൻ പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാതെ കഴിവതും അവിടെ ഇരിക്കുന്ന എൽഡേഴ്സ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും വേറെ ആരാണെങ്കിലും ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയും. അതുകൊണ്ട് ദയവായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ശുശ്രൂഷിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. അപ്പോൾ യേശു എന്ത് ചെയ്തു? തൻ്റെ ഐഹിക കാലത്ത് താൻ എന്ത് ചെയ്തു? താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലാസറിൻ്റെ കല്ലറയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. 30 വർഷത്തെ തൻ്റെ രഹസ്യ ജീവിതത്തിന് ശേഷം തൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് താൻ ഇറങ്ങുന്നതിന് മുമ്പ് യോർദാനിൽ താൻ സ്നാനപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വർഗം തുറന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രഹസ്യത്തിലുള്ള അവൻ്റെ പ്രാർത്ഥന പലപ്പോഴും പിതാവിനെ ചലിപ്പിക്കുന്നതായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കൂടെ അവൻ കടന്നുപോയി. നിങ്ങൾക്കറിയാമോ, ക്രൂശിൽ കടന്നപ്പോഴല്ല അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വന്നത്. ആദ്യം ഗത്സമനയുടെ പ്രാർത്ഥനയുടെ നടുവിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തം കണക്കെ പുറത്തേക്ക് വന്നു. നോക്കിക്കേ, പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് ആവശ്യങ്ങളെ നിറവേറ്റുവാനുള്ള ഒരു ലിസ്റ്റുമായിട്ട് ദൈവസഭയിൽ കടന്നു ചെല്ലുന്ന ജൽപ്പനങ്ങളാകാം. എന്നാൽ വചനത്തിൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാഴ്ച നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ നമ്മളതിൽ പ്രൗഡാവും. എന്നാൽ അടുത്ത ആഴ്ച നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഒരാഴ്ച നമ്മൾ ആത്മാവിൽ നടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ഒരുപക്ഷെ ആത്മാവിൽ നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആ കണക്ഷൻ എവിടെയോ ഒന്ന് കട്ടായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയോടും അഭയയാചനയെ കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മളിത് കാണുമ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നു, പൗലോസ് കണ്ട ദർശനം അതാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്തുവാ കണ്ടത്? തന്നെ കൈകളും കാലുകളും കെട്ടി തനിക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നു വരുന്നുവെന്ന് അറിഞ്ഞപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുവാൻ അവൻ അവൻ്റെ ശരീരത്തെ വിധേയപ്പെടുത്തി. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തെ തൊടുവാൻ പിശാചിന് സാധിക്കത്തില്ല. കാരണം പൗലോസിനറിയാം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ശരീരം വിട്ടാലും എന്നെ വിളിച്ചവൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. ഒരു വിശ്വാസിയുടെ പ്രത്യാശ ഇതാ. അവൻ്റെ ജീവിതത്തിൽ അവൻ മരണത്തെ മുഖാമുഖം കണ്ടാൽ, ഈ മരണത്തിനപ്പുറത്തൊരു ജീവൻ അവനുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മരണത്തിനൊരു വില പോലും അവൻ കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും രോഗം വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് ശരീരത്തിൽ വേദനകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രയാസപ്പെട്ടു പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. കാരണം നിത്യജീവന്റെ ദർശനം നമ്മൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനകളുടെ നടുവിലെല്ലാം അവൻ പ്രാർത്ഥിച്ചതിനെല്ലാം വിടുതലുണ്ടായി. 5000 പുരുഷന്മാരെ പോഷിപ്പിക്കാൻ നേരം അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചു. എമ്മൗസിലെ ശിഷ്യന്മാരുടെ കൂടിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് ഹല്ലേലൂയ സുഖമില്ലാതെ കിടന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏതു സാഹചര്യത്തിന്റെ നടുവിലും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ സാഹചര്യങ്ങളെയും അവൻ നേരിടുന്നത് പ്രാർത്ഥനയിൽ കൂടെയായിരുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ യേശുവിന് ആ പ്രാർത്ഥന യുദ്ധം തന്നെയായിരുന്നു. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് അല്പസമയം നമ്മളിരുന്ന് കണ്ണടച്ചൊന്ന് കൈയടിച്ചൊരു അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ഇങ്ങനെ ഇച്ചിരി ചൂട് പിടിച്ച് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താകുന്നത്? പ്രാർത്ഥനയിലേക്കൊന്ന് കയറുന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന് പിതാവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുവാനുള്ള തലത്തിലാണ് അവൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരുന്നത്. ക്രൂശിൽ കടന്നുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, എന്ത് ചെയ്യണം? ഇതാ പ്രാർത്ഥന കേട്ടോ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തലമുറകൾ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ സഭ, ഇതാ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ അതല്ല, കർത്താവേ, ഇതിനകത്ത് നിന്റെ ഒരു ഹിതമുണ്ടോ? ഹല്ലേലൂയ.
ഇതിനകത്ത് നിൻ്റെ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്ത് നിൻ്റെ ഒരു ഹിതമുണ്ടോ എന്നാരായുന്നതാ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ വിളി പലപ്പോഴും നമ്മളെ കഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാം. ക്രിസ്ത്യൻ ലൈഫ് ഒരിക്കലും പട്ടുമത്തെ അല്ലെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമയ്ക്കകത്തൊക്കെ ആക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒമർ ഖിയാം ഹൃദയം തുറന്ന് ശബ്ദിച്ചു, കാലം അതിൻ്റെ പ്രപഞ്ച ഘടകങ്ങളെ തച്ചുടച്ച് ചിന്ന ഭിന്നമാക്കി ഒരു നവസൃഷ്ടി ചെയ്യില്ലേ. പട്ടിണി പാവങ്ങൾ അവരെന്നും പട്ടിണി പാവങ്ങൾ, ജന്മികൾ അവരെന്നും ജന്മികൾ. ഹല്ലേലൂയ. പട്ടുമെത്തയിൽ പിടഞ്ഞു വീഴുന്ന സ്ത്രീ ചാരിത്രം പോലെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അഭിനയിച്ചൊരു നാടകത്തിലെ ഡയലോഗ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തീയ ജീവിതം പട്ടുമത്തയല്ല. ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഷ്ടങ്ങൾക്കകത്തേക്ക് ദൈവം വിളിച്ചത്. അനേക കഷ്ടങ്ങളിൽ കൂടെ എന്ത് ചെയ്യണം? നാം സ്വർഗരാജ്യം അവകാശമാക്കണം, അല്ലേ? അനേക കഷ്ടങ്ങളിൽ കൂടെ നാം സ്വർഗരാജ്യം അവകാശമാക്കാം. അപ്പൊ സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ കാലത്ത് ആർക്കും കഷ്ടങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായത്. പ്രവാചകന്മാർ അനേകരെയും നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ത്യകാലത്ത് അങ്ങനെ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇത് കേട്ടിട്ട് പലരും പേടിച്ചപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? കഷ്ടം വരുമെന്ന് അറിഞ്ഞിട്ടും ബന്ധനങ്ങൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്തു? അവിടേക്ക് പോകുവാൻ തയ്യാറായി. ഒരാൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എനിക്ക് എൻ്റെ കുടുംബമായിട്ടൊരു മിഷൻ ഫീൽഡിൽ പോകണമെന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞുമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് പോകണമെന്ന് വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ ആരൊക്കെയോ നിരുത്സാഹപ്പെടുത്തി, കുഞ്ഞിനെയും കൊണ്ടൊന്നും മിനിസ്ട്രിക്ക് പോകരുത് എന്നിങ്ങനെ പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, അനേക ദൈവദാസന്മാർ ഇന്ത്യയിൽ വന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ നമുക്കറിയാം, വില്യം കേറിയെക്കുറിച്ച് നമുക്കറിയാം, അല്ലേ? നമ്മൾ ഇന്ത്യയിൽ മരിച്ച ഗ്രഹാം സ്റ്റെൻസിനെ കുറിച്ച് നമുക്കറിയാം. ഇവരെല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി തൻ്റെ കുടുംബമായിട്ട് യാത്ര ചെയ്തവരാ. അവരുടെ മക്കളെയൊക്കെ, ഇപ്പം യോബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മക്കളെയൊക്കെ താൻ ഇങ്ങനെ അവരുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ വന്നപ്പോഴും ആ കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് എത്രമാത്രം നാം കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പം ഞാൻ അവിടെ ആ കിഡ്വേ ക്യാൻസർ ഹോസ്പിറ്റലിനകത്ത് കടന്നു ചെന്ന് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്ക് രഹസ്യ വിശ്വാസം നിൽക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പാസ്റ്ററാണെന്നറിഞ്ഞ് ഈ സഹോദരിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഓഫീസിലോട്ടൊന്ന് വരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ അവിടെ ചെന്നു, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വേറെ 2-3 നേഴ്സുമാരും കൂടെ ആ റൂമിനകത്തുണ്ട്. അടുത്ത ദിവസം വീണ്ടും എനിക്ക് ഫോൺ വന്നു, പാസ്റ്ററെ, ഇന്നലെ വന്നതുപോലെ ഒന്ന് വരാമോ? അടുത്ത ദിവസം ചെന്നപ്പോൾ ഒരു 10 സിസ്റ്റേഴ്സിനടുത്ത് ആ ഹോസ്പിറ്റലിൽ ആ റൂമിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സമയമുണ്ട്, അല്പസമയം ദൈവത്തിൻ്റെ വചനം ഒന്ന് പറഞ്ഞു തരാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, കഷ്ടങ്ങളുടെ നടുവിൽ പൗലോസ് അവിടെ പോകുവാൻ തയ്യാറായപ്പോൾ, പൗലോസ് കഷ്ടങ്ങൾ ഏൽക്കുവാൻ തയ്യാറായപ്പോൾ അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി കാണുവാൻ അവനിടയായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ മീറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം രോഗികൾ വരാൻ തുടങ്ങി. ആ ഹോളിനകത്ത് ആ ഓഫീസിനകത്ത് നിറച്ച ആൾക്കാർ വരാൻ തുടങ്ങി. അതിനുശേഷം ഈ മീറ്റിംഗ് ഒരു ആൽത്തറയിലേക്ക് മാറ്റി. അവിടെ ആൾക്കാർ കൂടി വന്ന് ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നോക്ക്, കന്നഡക്കാരുടെ ഇടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കന്നഡ സംസാരിക്കുന്ന, തെലുങ്ക് സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ഇതൊന്നും അറിയാതെ കർത്താവ് ഞങ്ങളെ അയക്കുകയാണ്. എന്താ അവിടെ പോകാൻ കാരണം? ജീവിതത്തിനകത്തൊരു കഷ്ടത കടന്നു വന്നതുകൊണ്ട്, ജീവിതത്തിനകത്തൊരു പ്രതികൂലം കടന്നു വന്നതുകൊണ്ട്, ജീവിതത്തിനകത്തൊരു രോഗത്തിൻ്റെ ശക്തി വെല്ലുവിളിച്ച് നിന്നതുകൊണ്ട്. അതാ ആദ്യം പറഞ്ഞത്, നിന്റെ രൂപം മാറ്റും, നിന്റെ നിറം മാറ്റും, നിന്റെ ശബ്ദം മാറ്റും, എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മൂത്ത മോളുടെ അമ്മയുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നേരെ ലൂസായി, താനൊരു അസ്ഥി പഞ്ചരം പോലായി, തൻ്റെ ശരീരം കീമോ എടുത്ത് കറുത്ത് കരിക്കട്ട പോലെയായി, തൻ്റെ ശബ്ദം നേരത്തെ ഉണ്ടായിരുന്ന സ്വീറ്റ് സൗണ്ട് അല്ലാതായി മാറി.
ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ, ഈ ജനത്തിൻ്റെ നടുവിൽ പോയി നിന്ന് കർത്താവിനെ ഉയർത്തിയപ്പോൾ, ഈ കഷ്ടതകളുടെ നടുവിൽ ഞങ്ങളുടെ മേൽ നിന്ന് വ്യാപരിച്ചൊരു ദൈവത്തിൻ്റെ ശക്തി അവിടുത്തെ ജനം കണ്ടു. പ്രൈസ് ലോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ബലത്തോടിരിക്കുമ്പോഴല്ല നിങ്ങളുടെ മേൽ നിന്ന് ശക്തി പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ ക്ഷീണിച്ച് തകർന്നിരിക്കുമ്പോൾ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ മറ്റുള്ളവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഇടയാകുന്നത്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, ഞാൻ ബലത്തോടിരുന്നിട്ടല്ല അവിടുത്തെ വേല ചെയ്യുന്നത്, ഞാൻ തകർച്ചകളുടെ നടുവിലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഓടുവാനിടയായിത്തീരും. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാനിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി കിട്ടിയിട്ട് ഒരു സാക്ഷ്യം പറയുവാൻ പോയിരിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതിന് മുമ്പ്, പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഉത്തരമില്ലാതിരിക്കുന്നതിന് മുമ്പ് ഞാൻ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിനൊരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ കുടുംബ മഹിമ കൊണ്ടല്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വീഴ്ത്തപ്പെട്ടത് കൊണ്ടാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം കൂടെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്ത്, കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കളിയാക്കും, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, അപ്പം പറയും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് എല്ലാം കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ശരി. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഇരുന്നേ. ഞാൻ നിർത്തുക, നമ്മുടെ മുമ്പിലെ സമയം തീർന്നു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് പൗലോസ് ആ ദൈവത്തിൻ്റെ വിളിയുടെ ഭാഗമായപ്പോൾ അവൻ്റെ ബന്ധനങ്ങൾ അവന് തോൽവിയായി മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷിക്തൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ ബന്ധനങ്ങൾ അവന് തോൽവികളല്ല, അവൻ്റെ ബന്ധനങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ ചാലകങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തിയുടെ ഉറവിടങ്ങളാണ്. ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ അകത്തുനിന്ന് ദൈവശക്തി വ്യാപരിക്കുന്നത് നാം പലപ്പോഴും ബന്ധനത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ബന്ധനത്തിൽ കിടന്ന ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സിംഹത്തിന്റെ വാ അടഞ്ഞു. കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട് തീയുടെ ശക്തിക്കകത്ത് വീഴ്ത്തപ്പെട്ട സന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പവർ വെളിപ്പെട്ടു. ആരെയൊക്കെ ബന്ധിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിന് അപ്പുറത്ത് വെളിപ്പെട്ടൊരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഇന്ന് പകൽക്കാലം ബന്ധനമെന്ന് പറയാനല്ല, നാം ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടോന്ന് നോക്കാനാ. നമ്മുടെ ലോകപരമായിട്ടുള്ള കെട്ടുകൾക്കപ്പുറത്ത് ലാസറിന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവ് വന്ന് പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ഇന്ന് പകൽക്കാലം നാം കെട്ടിവെച്ച കെട്ടുകൾ, നാം ഉരുട്ടിവെച്ച കല്ലുകൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വലിയ ശക്തമായ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറ, ഇല്ല, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ വിളി ഇന്ന് പകൽക്കാലം ഞാൻ തിരിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതിരിക്കുന്ന ദൈവപൈതലേ, ഒരുപക്ഷെ കുടുംബത്തിനകത്ത് ആരും നിനക്ക് സഹായം കാണത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങൾ മാത്രമേ നിനക്ക് മുമ്പിൽ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം നിന്നിൽ കൂടെ എൻ്റെ കൃപയൊന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ, നിന്റെ ജീവിതത്തിനകത്തൂടെ എൻ്റെ ഹല്ലേലൂയ ബലമൊന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, ആരും നിങ്ങൾക്ക് സഹായമായി ഇല്ലെങ്കിലും ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എൻ്റെ ദൈവത്താൽ സകലത് സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും, അവന്റെ ജീവിതത്തിനകത്ത് എല്ലാവരും മാറിപ്പോയപ്പോഴും, കൂട്ടുകാർ അവനെ തള്ളി പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞില്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം ദൈവമായിരുന്നു ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് നിർത്താം. വിശ്വാസം എന്നത് നമ്മുടെ ഭയത്തെ ജയിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നമ്മുടെ ഭയത്തെ ജയിക്കുന്ന കാര്യമാണ്. ഭയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ കളയുന്നതാ. എന്നാൽ ഒരു അഭിഷിക്തൻ പറയും, എൻ്റെ മേൽ ഭയത്തിന് ഇനി സ്ഥാനമില്ല, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എൻ്റെ ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുവാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന്.